ഇതൊരു മെയ്സ് ചോളമാണ്. നമ്മൾ ഈ പറയുന്ന പോപ്കോണൊക്കെ ഉണ്ടാക്കുന്ന മെയ്സിൻ്റെ ഒരു ചോളമാണ്. ഇത് ഞാൻ ഒരു 4 തൈയാണ് നട്ടത്. അത് ഈ ട്രെയിലാണ് നട്ടത്. ട്രെയിൽ നട്ടിട്ട് അതിൽ നിന്നും വെള്ളമൊഴിച്ച് ഈ 4 എണ്ണം വളർത്തിയതാണ് ഞാനിത്. അതുകൊണ്ട് ഒരു പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയിലൊന്നും ഇത് ഉണ്ടാകത്തില്ല എന്ന്. പക്ഷേ ഇതിന് നല്ലോണക്ക് വിളവ് തന്നിട്ടുണ്ട്. ഏകദേശം നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ് സാധാരണ ഇത് ഉണ്ടാകാറില്ല. തമിഴ്നാട്ടിലെപ്പോലുള്ള വിളവൊന്നും അല്ല തന്നിരിക്കുന്നത്. എങ്കിലും നമ്മുടെ കേരളത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാൻ മേലാത്ത രീതിയിൽ കണ്ട് ഇത്രയും വലിയ കായൊക്കെ ഉണ്ട്. ഇതിനകത്ത് മെയ്സ് ചോളമുണ്ട്. ഇതിൻ്റെ മണ്ടയൊക്കെ പൂത്ത് ഇപ്പം പറിക്കാറായിരിക്കുകയാണിത്. തമിഴ്നാട്ടിലൊക്കെയാണ് ഇത് നിറച്ചും ഇതുപോലുള്ള ഒരേ ശേഖരങ്ങളിലും ഒന്നും ഉണ്ടാകും. ഈ ശേഖരങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരെണ്ണമൊക്കെ ഉണ്ടാകും. ഏകദേശം ഒരെണ്ണത്തിൽ 2-3 എണ്ണമൊക്കെ ഉണ്ടാകും. ഇതിലൊരെണ്ണം ഉണ്ടായിട്ടുണ്ട്, ഇതിലും ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം എല്ലാത്തിലും ഒരെണ്ണം 2 എണ്ണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്കിത് വിശ്വസിക്കാവുന്ന നമ്മുടെ കേരളത്തിലും ഇതുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. കാരണം നമ്മൾ വിശ്വസിച്ചതൊക്കെ തമിഴ്നാട്ടിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഉത്സവപ്പറമ്പിലൊക്കെ ഇതേപോലുള്ള സാധനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ടെന്ന് ഈ പുഴുങ്ങിയൊക്കെ നമുക്ക് തരാറുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ നമ്മൾ മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ ഉണ്ടാകാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ട്രൈ ഒക്കെ വെച്ച് അതിനകത്ത് ഇത് മൊത്തം ജൈവവളമാണ്. കരിയിലയും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കോഴി വളവും ഇതെല്ലാം കൂടെ ചേർത്താണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള പച്ചക്കറികളും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾക്കിതിൻ്റെ ഫലം കിട്ടും.